പുറകിലിരിക്കുന്ന ഈ ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നല്ല ഈ സിദ്ധാർത്ഥ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഇതിന് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരാളെ ചവിട്ടി കൂട്ടി ഒരാളെ നാട് റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്ത്. ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ ആണ് ഇതേ കണക്കൊണ്ട് ഈ ജിഷ്യൻ ഇതേ കണക്ക് സിദ്ധാർത്ഥ് പ്രഭുവിനെ സപ്പോർട്ട് ചെയ്ത് ഇട്ടിരുന്ന ഒരു വീഡിയോ. ഇതേ കണക്ക് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ഇദ്ദേഹം മാത്രമല്ലല്ലോ, ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ കണക്ക് ഓടിക്കാറുണ്ട്. അപ്പോഴുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം ഇതേ കണക്ക് എടുത്തിട്ട് ചവിട്ടുക എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് ആ വീഡിയോ വെളിയിൽ വന്നപ്പോൾ ഇതേ കണക്ക് സിദ്ധാർത്ഥ് പ്രഭുവിനെ എടുത്ത് നാട്ടുകാർ ചവിട്ടുക അല്ലെങ്കിൽ കരുത്തി ഇങ്ങനെ പിടിച്ച് വെക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് പേര് ഇതേ കണക്ക് ന്യായീകരിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്തോ ഒരു പാവം വലിയൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ ആ സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് ഇതേ കണക്ക് ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഉപ്പുമുളകിൽ നിന്ന് സിദ്ധാർത്ഥിനെ വെളിയാക്കും എന്നുള്ള രീതിയിൽ. ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞതാണ് അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ ചെയ്തതെന്നുള്ള രീതിയിൽ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ സംഭവിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതേ കണക്കുണ്ടെങ്കിൽ ഒരു പാവത്തിനെ കൊണ്ടുപോയി വണ്ടി ഇടിക്കുകയും ആ സമയത്തുണ്ടെങ്കിൽ നാട്ടുകാർ ഇത് വന്ന് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ പിടിച്ചു നിർത്താനൊക്കെ നോക്കിയപ്പോൾ അവർക്കെതിരെ അക്രമം വന്ന സമയത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ ആൾക്കാർ അവനെ പിടിച്ചതും ചവിട്ടിയതൊക്കെ. അതേ സമയത്തുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ ഈ സിദ്ധാർത്ഥ് പ്രഭുവിനെ സപ്പോർട്ട് ചെയ്തായിരുന്ന ആൾക്കാർ അധികം വന്നുകൊണ്ടേ ഇരുന്നത്. അവൻ്റെ അവസ്ഥ എന്തോന്ന് അറിയത്തില്ല, അവൻ പാവം കുട്ടിയാണ്, ലഹരിയാണ് അവനെ ഇതേ കണക്ക് ആക്കിയെന്നുള്ള രീതിയിലൊക്കെ. ഇപ്പോൾ ലഹരി എന്നൊക്കെ പറഞ്ഞാൽ പോലും ആ ലഹരി വന്ന് അവൻ്റെ വായിലോട്ട് കയറിയൊന്നുമല്ല, അവനറിയാം ഇതേ കണക്ക് കുടിച്ച് കഴിഞ്ഞ് വണ്ടി ഓടിച്ചത് ശരിയല്ല, അതുകൊണ്ടെങ്കിൽ നിയമത്തിൽ ശരിയുള്ള കാര്യമല്ലെന്നുള്ള രീതി അതെല്ലാം അവനറിയാം. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ അപ്പോൾ ഇതേ കണക്കുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഉണ്ടെങ്കിൽ അത് മനഃപൂർവ്വം തന്നെയാണ്. ഞാൻ ഇതേ കണക്ക് വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിലും വന്ന് കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു ഇതേ കണക്ക് അവന് ലവ് ഫെയിലിയർ ആയിരുന്നു, അതിനെ തുടർന്നാണ് ഇതേ കണക്ക് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോവുകയും കുടിച്ചിട്ടൊക്കെ ഇതേ കണക്ക് ആൾക്കാരുടെ ദേഹത്തോട്ടൊക്കെ കയറ്റി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒരു എക്സ്ക്യൂസ് ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇപ്പോൾ അവന് ബ്രേക്കപ്പ് വന്നെന്ന് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് വെച്ചാൽ അതൊന്നും ഒരു റീസണേ അല്ല ബാക്കിയുള്ളവരുടെ ദേഹത്ത് കൊണ്ടുപോയി വണ്ടി കയറ്റാൻ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ന്യൂസ് വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. ഇതേ കണക്ക് ഇവൻ ഈ വണ്ടി ഇടിച്ച് ആ പാവം ഉണ്ടെങ്കിൽ മരണപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്ത് വന്നവരത്തെ എനിക്ക് ഒരു കാര്യം മാത്രമേ ചോദിക്കാറുള്ളൂ, ആ പാവത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാണ്. അവ ഇടിച്ചു വന്ന ആ പാവത്തിൻ്റെ കുടുംബം ഇനി എന്ത് ചെയ്യും? ഒരു വീടിൻ്റെ മെയിൻ ഒരു അത്താണി തന്നെയാണ് ഇല്ലാതായിരിക്കുന്നത്. അവരോട് എന്ത് പറയും? ഇതേ കണക്ക് അവനൊക്കെ എന്തെങ്കിലും ലവ് ഫെയിലിയർ അല്ലെങ്കിൽ കുടിച്ചിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതേ കണക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയി പാവങ്ങളുടെ ദേഹത്ത് കയറ്റിയിട്ട് അവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ ആരും നോക്കും? അവരുടെ ഒരു അത്താണിയാണ് ഇല്ലാതായിരിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിലൊരു ഭാഗം പോയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഏതവനാണ് സപ്പോർട്ട് ചെയ്യാൻ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഏതവനെങ്കിലും ഇതേ കണക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവനൊക്കെ ഏറ്റവും വലിയ ഇതേ കണക്കുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവനായിരിക്കും. ഒരുപാട് പേര് ഞാൻ ഇതേ കണക്ക് പറയുന്നത് ഇതിന് ശേഷം കണ്ടതാണ്. ഇതേ കണക്ക് അവൻ മദ്യപിച്ചുകൊണ്ട് ആ മദ്യമാണ് അവനെ കൊണ്ട് ഇതേ ചെയ്തത്. സർക്കാർ ഇതേ കണക്ക് ഒഴിവാക്കണം, അല്ലെങ്കിൽ സർക്കാർ ഇനി തൊട്ടുണ്ടെങ്കിൽ മദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല, അല്ല മദ്യത്തിൻ്റെ കയ്യിലുള്ള പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവനുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടിയൊന്നുമല്ല, ഇതിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയും. ഇത് ഉപയോഗിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ എന്തോ കാര്യങ്ങളെന്നെല്ലാം അറിയും. എന്നിട്ട് പോലും ഇതവ ഉപയോഗിക്കുക, എന്നിട്ടുണ്ടെങ്കിൽ അത് വണ്ടി ഓടിച്ച് കൊണ്ടുപോയിട്ട് പാവങ്ങളുടെ ദേഹത്ത് കൊണ്ടുപോയി കയറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇതേ കണക്ക് നാട്ടുകാരും എവനെ എടുത്തിട്ട് മേഞ്ഞത്. ഒരുപാട് പേര് പറയുന്നുണ്ട് അത് ഭയങ്കര പാവമായിപ്പോയി അല്ലെങ്കിൽ ഭയങ്കര തെറ്റ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് കണക്ക് ജിഷ്യൻ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും പ്രതികരിക്കാൻ പാടില്ലെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുത്തൻ്റെ ജീവനാണ് പോയിരിക്കുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ നാട്ടുകാരുണ്ടെങ്കിൽ അവനെ അങ്ങനെ കൊടുത്തത് നന്നായി പോയെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ, ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു ജീവൻ പോയുള്ള രീതിയിൽ അവൻ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു 2-3 മിനിറ്റിൻ്റെ ക്ലിപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവരുടെ യഥാർത്ഥത്തിൽ എന്തോ നടന്നതെന്ന് പോലും അറിയത്തില്ല. നമ്മൾ കണ്ടൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ അവനെ ആൾക്കാരെല്ലാം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തൊട്ടുള്ള വീഡിയോ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിന് മുമ്പത്തുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല. അതിന് മുമ്പ് അവ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആൾക്കാരോട് എങ്ങനെ പെരുമാറി എന്നുള്ള ഒരു കാര്യങ്ങളും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സിറ്റുവേഷനിൽ ചിലവന്മാരുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടായിരിക്കും പെരുമാറുന്നത്. അവന്മാരെയൊക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കണമെങ്കിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഉള്ളവരുണ്ടെങ്കിൽ പിടിച്ചു നിർത്താൻ കുറച്ച് ഉപദ്രവിക്കേണ്ടി വരുന്ന ഒരു കാര്യമുണ്ട്. അതേ കണക്ക് കുറച്ച് പേര് പറഞ്ഞു തരുന്നതാണ് ഇവനെ ഇതേ കണക്കുണ്ടെങ്കിൽ ഉപദ്രവിക്കാനും അല്ലെങ്കിൽ നാട്ടുകാർ ഇതേ കണക്ക് വലിയ ഷോ കാണിക്കാനും മെയിൻ കാരണം ഇവനുണ്ടെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടുള്ള രീതിയാണ്. അതല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, അതുകൊണ്ടാണ് ഇത്രയും നാട്ടുകാരെല്ലാം ചേർന്നിരുന്ന അവനെ ഇത്രയും കുടിക്കിയതും അതുപോലെ തന്നെ ഇത്രയും വലിയ സീനാക്കേണ്ട കാര്യം വന്നതും. അതല്ലെങ്കിൽ ഒന്നുമില്ലെന്നുള്ള രീതിയിലായിരുന്നു ജിഷിനൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഒന്നും പറയില്ല എന്നുള്ള രീതിയിലാണ് ചോദിക്കാനുള്ളത്. കാരണം ഇവനൊരു അശ്രദ്ധ അല്ലെങ്കിൽ ഇവനൊരു തെറ്റെന്നുള്ള രീതിയിൽ പറ്റി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ തെറ്റുകാരനുണ്ടെങ്കിൽ ഒരു ജീവനാണ് പോയിരിക്കുന്നത്, അത് ഒരിക്കലും തിരിച്ചു വരത്തില്ല. ഒരുപാട് പേര്
ഞാൻ പറയുന്നത് കേട്ടത് ഇതേ കണക്കുണ്ടെങ്കിൽ അവനൊരു അവസരവും കൂടെ കൊടുക്കാൻ പാവമില്ലയോ, ഒരു തെറ്റ് പറ്റി പോയതല്ലയോ, ഇതൊന്നും ആരും ചെയ്യാത്തതൊന്നും അല്ലല്ലോ, ഒരുപാട് പേര് ഇതേ കണക്ക് ചെയ്തിട്ട് അവർക്കൊക്കെ ഉണ്ടെങ്കിൽ വെളിയിൽ വന്ന് സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്, എവൻ വലിയ തെറ്റൊന്നും അല്ലല്ലോ ചെയ്തതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എവൻ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണല്ലോ, ഒരു ജീവനാണ് പോയിക്കുന്നത്. ഇനി ഉണ്ടെങ്കിൽ അവൻ ഇതിൻ്റെ പുറകെ തന്നെ നടക്കാം, കുറേ നാൾ ജയിലിലും കിടന്ന് അവിടെ അരിയണി കിടക്കേണ്ടതായിരിക്കും. ഇപ്പം എവനുണ്ടെങ്കിൽ ഇപ്പം ആഘോഷം എന്ന് പറയുന്നത് മദ്യപിക്കുന്നത് മാത്രമല്ല, അല്ലാതെ വേറെ എത്ര രീതി വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഒന്നും ചെയ്യാതെ ഇതേ കണക്ക് ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അതും ഓടിച്ച് ഡ്രൈവറിനെ പോലും വെക്കാതെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് എവൻ വണ്ടി എടുത്തുകൊണ്ട് ഓടിച്ച് പാമ്പങ്ങളെ നെഞ്ചത്ത് കയറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതേ കണക്ക് സപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്ത് ഒറ്റ കാര്യമേ പറയുള്ളൂ, നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇതേ കണക്ക് ആരെങ്കിലും ദേഹത്തോട്ട് എവനെ പുറത്തുള്ളവന്മാർ വണ്ടി കൊണ്ടുവന്ന് കയറ്റുമ്പോഴത്തേക്ക് ഇതേ കണക്ക് ഡയലോഗ് അടിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെയൊക്കെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് എനിക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. ഇങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നത്? ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ളൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും ബോധമില്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മളെ ഇടയിലുണ്ട്. അവരുടെ അടുത്ത് എത്ര ലോജിക്കലായിട്ട് കാര്യം പറഞ്ഞാലും അവർക്ക് മനസ്സിലാവത്തില്ല. ചിലരുണ്ടെങ്കിൽ ചിലരെ ആരാധിക്കുന്നത് ഭയങ്കര വലിയ രീതിയിലാണ്, അവരോട് എന്ത് പറഞ്ഞാലും ഉണ്ടെങ്കിൽ ഒരു മാറ്റവും വരത്തില്ല, ഇങ്ങനെ തന്നെ നിൽക്കുന്ന. അതുപോലെ തന്നെ ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഇതേ കണക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ ഇതേ കണക്ക് കേസിലൊക്കെ പെട്ടിട്ടുണ്ട്. അത് കറക്റ്റാണോ അല്ലയോ എന്ന് അറിയത്തില്ല, ഒരുപാട് പേര് അങ്ങനെയും പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്ത് വന്ന് ജിഷനും ജിഷൻ്റെ ഭാര്യയൊന്നും ഇപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. കാരണം സംസാരിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ സമയത്ത് അത് ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് ഇവനെ ആൾക്കാരെ എടുത്തിട്ട് ചവിട്ടുന്ന ഭയങ്കര സിമ്പതി ആയിട്ടുള്ള ഒരു വീഡിയോ മാത്രമേ വെളിയിൽ വന്നിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പത്തുള്ള വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് പോലും കിട്ടി കാണത്തില്ല. കാരണം നമ്മൾ വീഡിയോ കണ്ടാലേ അറിയാം അവനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുടിച്ച് കൂത്തുകെട്ടായിരുന്നു ഇരുന്നത്. ആ സമയത്ത് ആൾക്കാരടുത്ത് സംസാരിക്കുമ്പോൾ പോലും അവൻ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് പോലും അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന കണ്ടീഷനിൽ ഒരുത്തനാണ് ഇത് കണക്ക് വണ്ടി കൊണ്ടുവന്ന് ഏതോ പാവങ്ങളെ ദേഹത്ത് കയറ്റാൻ ശ്രമിച്ചതും അതിന് നാട്ടുകാരെടുത്തിട്ട് അവനെ മേഞ്ഞപ്പോഴാണ് അത് ഭയങ്കര പരിതാപമായിട്ടുള്ള രീതി വന്നത്. ആൾക്കാർ അപ്പം ഭയങ്കരമായിട്ട് സിദ്ധാർത്ഥ് പാവമാണ്, എൻ്റെ സിദ്ധാർത്ഥ് അങ്ങനെയൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ സിദ്ധാർത്ഥിനൊരു അബദ്ധം പറ്റിയത്, എൻ്റെ സിദ്ധാർത്ഥിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കൊഞ്ചി കഴിഞ്ഞൊക്കെ ഓരോരുത്തന്മാർ ഇത് കണക്ക് ഉണ്ടെങ്കിൽ കമൻസ് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ ഒരു റെസ്പോൺസും ഇല്ല. ആ സമയത്ത് ഇപ്പോഴും കുറച്ച് പേര് അല്ലാതെയും വരുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. കുറച്ച് പേര് ഇപ്പോഴും പറയുന്നുണ്ട് അത് മദ്യം കാരണമാണ്, ഇല്ലെങ്കിൽ സിദ്ധാർത്ഥ അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു, ആ മദ്യം കാരണം എൻ്റെ സിദ്ധാർത്ഥന് ഇങ്ങനെ പറ്റിയെന്നും പറഞ്ഞ് ഒരുപാടുണ്ടെങ്കിൽ ഇത് കണക്ക് വന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, ഒരു ബോധമില്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഒന്നും പറഞ്ഞാലും മനസ്സിലാവത്തില്ല. കാരണം അവരൊക്കെ ഒരു മൈൻഡ് സെറ്റില്ല. ചിലർ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നുണ്ട്, അവർ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ലെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലുണ്ട്. പക്ഷേ ചിലർക്കുണ്ടെങ്കിൽ സത്യമായിട്ടുള്ള എന്തോ നടക്കുന്നത് എന്തുവാണുള്ള കാര്യങ്ങളിലെല്ലാം മനസ്സിലാക്കി ആരോടും ഭയങ്കരമുള്ള ആരാധനയൊന്നും ഇല്ലാതെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പെരുമാറുന്ന കുറേ ആൾക്കാരുണ്ട്. ചില സമയങ്ങളിലുണ്ടെങ്കിൽ ആരാധന ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് ഏതെങ്കിലും ഒരു ആക്ടറിനെ അല്ലെങ്കിൽ ആക്ട്രസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇത് കണക്ക് ഭയങ്കരമായിട്ട് ആരാധിക്കുക. അത് കഴിഞ്ഞിട്ട് അവരെന്ത് തെറ്റ് ചെയ്താലും അത് സമ്മതിക്കത്തില്ല. ഉടനെ ഇവരൊക്കെ പറയുന്ന ഓരോരോ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് ഉണ്ടെങ്കിൽ ആരും ചെയ്യാത്ത തെറ്റാണെന്നോ, ഒരു വട്ടം ക്ഷമിച്ചുകൂടെ എന്നുള്ള ഡയലോഗാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ എല്ലാവരും ഇത് കണക്ക് ക്ഷമിച്ചുകൂടാൻ പറ്റുമോ? ഇപ്പോൾ ബാക്കിയുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും അതൊരു ലൈസൻസ് അല്ലല്ലോ ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളൊരു അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.